ദേവൊരു വിസ്മയം സംഭവിച്ചത് നോക്കി. PM ശ്രീയിൽ ഒപ്പിടാതെ മേനോൻ മുഖ്യമന്ത്രി വന്നതിന് പിന്നാലെ കേന്ദ്രം SSK ഫണ്ട് അനുവദിച്ചു കൊടുത്തിരിക്കുന്നു. യജ്ജാതി വിസ്മയം! ഇത് കോൺഗ്രസ് സർക്കാരോ അതോ സംഘി സർക്കാരോ? ഇത്രയും കാലം കേരളത്തിൽ ഒരു ഫണ്ടും തരാതെ പരമാവധി ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരുന്ന കേന്ദ്രന്മാർ മേനോൻ മുഖ്യമന്ത്രി ആയ ഉടനെ PM ശ്രീ പദ്ധതിയിൽ ഒന്നും ഒപ്പിടണ്ട, നിങ്ങൾക്ക് എത്ര ഫണ്ട് വേണം ആ ഫണ്ട് ഇപ്പൊ തന്നെ അങ്ങ് തന്നയ്ക്കാം. എന്താണ് അതുകൊണ്ട് മനസ്സിലാക്കേണ്ടത്? അധികാരത്തിൽ വന്നിരിക്കുന്നത് കേന്ദ്രന്മാർക്ക് കൂടി താല്പര്യമുള്ള മുഖ്യമന്ത്രി. ആ ബ്രേക്കിംഗ് കാർഡുകളൊക്കെ അങ്ങോട്ട് കണ്ടില്ലേ? സംസ്ഥാനത്തിന് SSK ഫണ്ട് അനുവദിച്ച് കേന്ദ്ര സർക്കാർ. PM ശ്രീയിൽ ഒപ്പിട്ടാലേ ഫണ്ട് അനുവദിക്കൂ എന്നായിരുന്നു മുൻ നിലപാട്. പക്ഷേ പൊടുന്നനെ ഒരു വിസ്മയം സംഭവിച്ച് 240 കോടി രൂപ അനുവദിക്കാൻ തീരുമാനിച്ചു. ഡീൽ ഓർ നോട്ട് ഡീൽ? ഈ നാട്ടിലെ ജനങ്ങൾ പറ. ഇത്രയും കാലം എന്തിന് ഈ ഫണ്ട് തടഞ്ഞു വെച്ചു? ഈ ഫണ്ട് രാജ്യത്താകമാനം PM ശ്രീയിൽ ഒപ്പിട്ടവർക്ക് മാത്രം അനുവദിച്ചു കൊടുത്ത ഫണ്ട് സതീശൻ ഒപ്പിടാതെ അനുവദിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവർ വരും കാലങ്ങളിൽ ആർക്കടിയറ വയ്ക്കുന്നു എന്നതിന്റെ സൂചനയാണ്. കേരളത്തിലെ ചിന്താശേഷിയില്ലാത്ത അല്ലെങ്കിൽ മൂരിബുദ്ധികളായിട്ടുള്ള മൗദൂദികളും സുഡാപ്പികളും, പിന്നെ അവരെ സംബന്ധിക്കുന്നിടത്തോളം കേന്ദ്രന്മാരുടെ കേസിൽ നിന്ന് എങ്ങനെയെങ്കിലും ഊരിപ്പോണം, അതിന് അവരുമായി പാലമിടണമെന്നുണ്ടെങ്കിൽ കോൺഗ്രസുമായിട്ടേ പറ്റുള്ളൂ. നമ്മുടെ കച്ചവടമൊക്കെ ഇവിടെ നടത്തിപ്പോണം. അതിന് എന്തെങ്കിലുമൊക്കെ നീക്കുപോക്ക് ഉണ്ടാക്കണമെങ്കിൽ ഇടത് സർക്കാർ ഇരുന്നാൽ നടക്കില്ല. അത് കോൺഗ്രസ് സർക്കാർ വരണം. വന്നു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളുടെ സ്വൈര്യ വിഹാരമാണ്. നടക്കാൻ പോകുന്നത് എന്താണെന്ന് ഇനി കാണാനിരിക്കുന്നതേ ഉള്ളൂ. PM ശ്രീയും ഒപ്പിടണ്ട, ഒന്നും ചെയ്യണ്ട, ഫണ്ട് എത്ര വേണമോ അത് തരാം. ഇന്നലകളിൽ പല വാഗ്ദാനങ്ങളും ഇവർ മുന്നോട്ട് വെച്ചത് ഈ ഡീലിന്റെ അടിസ്ഥാനത്തിലാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ കാണുന്നതിനെല്ലാം ഡീൽ ഡീൽ എന്ന് പറഞ്ഞിരുന്നവർ യഥാർത്ഥത്തിൽ അണ്ടർഗ്രൗണ്ടിലൂടെ എന്ത് ഡീലാണ് ഉണ്ടാക്കിയിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് ഇപ്പോൾ ബോധ്യപ്പെടുന്നില്ലേ? മംഗലാപുരത്ത് പോയി മോഡിയുടെ ചിത്രത്തിന് താഴെ ഇരുന്ന് NDA നേതാവുമായി കൂടിക്കാഴ്ച നടത്തിയത് വെറുതെയാണോ? അല്ല. കേരളത്തിൽ അധികാരത്തിൽ വരാൻ ഒരു സാധ്യതയും ഇല്ലാതിരുന്ന കോൺഗ്രസിന് അധികാരത്തിൽ വരാൻ വേണ്ടിയുള്ള പല കൃത്രിമത്വവും, അത് SIR ഉൾപ്പെടെ നടപ്പാക്കിക്കൊണ്ട് പല തരത്തിലുള്ള അനുകൂല ഘടകങ്ങൾ സൃഷ്ടിച്ചത് മുതൽ ഏറ്റവും ഒടുവിൽ PM ശ്രീ പദ്ധതിയിൽ ഒപ്പിടാതെ സർവശിക്ഷ അഭയൻ ഫണ്ട് ഇപ്പോൾ തന്നെ അനുവദിച്ചു കൊടുത്തിരിക്കുന്ന ആ മായിക വിദ്യ എന്താണെന്ന് ഒന്ന് വിശദീകരിച്ചാൽ കൊള്ളാം. ഇത്രയും ദിവസം പല പേരുകളിൽ പല ഫണ്ടുകൾ തടഞ്ഞ് പരമാവധി ജനങ്ങൾക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ തടഞ്ഞു വെച്ചവർ, ആ തടഞ്ഞു വെച്ചതിന്റെ പിന്നിലെ ഉദ്ദേശം എന്താണെന്ന് നിങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റുന്നുണ്ടോ? കേരളത്തോടായിരുന്നില്ല അവരുടെ പ്രശ്നം. എന്തുകൊണ്ട് കേരള സ്റ്റോറി വന്നു എന്നും എന്തുകൊണ്ട് കേരളത്തെക്കുറിച്ച് രാജ്യത്താകമാനം പല തരത്തിലുള്ള പ്രചരണങ്ങൾ നടത്തി എന്ന് പറഞ്ഞാൽ ഇവിടെ ഭരിച്ചിരുന്ന സംഘപരിവാർ വിരുദ്ധ ആശയമുള്ള സർക്കാരിനെ തകർക്കണമായിരുന്നു. അത് അവർ നടപ്പാക്കിയതിനു ശേഷം അവരുടെ പെറ്റായി മാറിയിട്ടുള്ളവരെ അധികാരത്തിൽ കൊണ്ടുവന്നു. എന്നിട്ട് അവരെ സംരക്ഷിക്കാൻ വേണ്ടി ഉടനടി ഫണ്ട് കൊടുക്കുന്ന ആ മായാജാലം ഒന്ന് ആലോചിച്ചേ. വയനാട് ദുരന്തത്തിൽപ്പെട്ട മനുഷ്യരെ സഹായിക്കാൻ 10 പൈസ തരാത്തവർ PM ശ്രീ പദ്ധതിയുടെ ഫണ്ട് ഇത്ര പെട്ടെന്ന് ഇവർക്ക് വേണ്ടി അനുവദിച്ചു കൊടുത്തെങ്കിൽ തലയ്ക്കകത്ത് ആള് താമസമുള്ളവർക്ക് എന്താണ് വരുംകാല കേരളത്തിൽ നടക്കാൻ പോകുന്ന റിയാലിറ്റി എന്ന് ഇതിലൂടെ ചിന്തിക്കാം.